ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ലൊരു ഇഫ്താർ സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളധികവും ഫ്രൈ ചെയ്തിട്ടുള്ള സ്നാക്സാണ് ഇഫ്താറിന് കൂടുതൽ ഉണ്ടാക്കാറ്. അപ്പോൾ ഫ്രൈയിങ് ഒന്നും ചെയ്യാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ നോട്ടിഫിക്കേഷനായിട്ട് എനേബിൾ ചെയ്യുക. ഇതിനായിട്ട് ഞാനൊരു 4 കപ്പ് വെള്ളക്കടല എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ കടലൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് കടല ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഒരു ഗ്രൈൻഡർ എടുത്ത് അതിലേക്ക് ഒരു 15 അല്ലി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 8 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ചെറുതായ കാരണം ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്. ചിലർക്ക് കടല കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 8 വറ്റൽമുളക് എടുക്കുന്നുണ്ട്. ഇത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഉള്ളി മുളകെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളി മുളക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇത് തന്നെ നിങ്ങൾക്ക് സവാളയും പച്ചമുളകും ഇഞ്ചിയും കൂടി വഴറ്റിയെടുത്ത ശേഷം വേവിച്ച കടല ചേർത്ത് കൊടുത്തിട്ടും ഉണ്ടാക്കാം. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കായിരിക്കും ഒന്നുകൂടി നല്ലത്. ഇതിലേക്ക് ഇനി കുറച്ച് വേപ്പിലയും കടലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് റോ ആയിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള കുക്കുംബർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചോപ്പ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ആഡ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാള ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചാട്ട് മസാല ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിത് കഴിക്കുന്ന ടൈമിൽ കുറച്ച് ലൈം ജ്യൂസ് ആഡ് ചെയ്യാം, ചെറിയൊരു പുളി ടേസ്റ്റിനായിട്ട്. അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ കട്ടിയുള്ള തൈര് ആഡ് ചെയ്താലും നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പം നമ്മുടെ കടലച്ചുണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇഫ്താർ ടൈമിൽ മാത്രമല്ല, നമുക്ക് ടീ ടൈം സ്നാക്കായിട്ടും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു.